എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണോ? പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും പഠിക്കാനാണോ കളിക്കാനാണോ ഇഷ്ടം? എന്നാൽ നമ്മൾക്കൊരു ഗെയിം കളിച്ചാലോ? ആർ യു റെഡി? ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സന്തോഷവും നൽകുന്ന ഒന്നാണല്ലോ കളി. നിങ്ങളൊക്കെ ഒരു ഗെയിമിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. എന്നാൽ ആദ്യം തന്നെ ഒരു ഗെയിം ആയാലോ? എന്നാൽ നമുക്ക് കളി തുടങ്ങാം. സാധാരണ നമ്മൾ ഗെയിം കളിക്കാനായിട്ട് ബാറ്റും ബോളും വീഡിയോ ഗെയിമും ഒക്കെയല്ലേ ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മൾ ഗെയിം കളിക്കാനായിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു സ്പിരിച്വൽ ഗെയിം നമുക്ക് കളിക്കാം. ഇതിനു വേണ്ടി സിസ്റ്ററിന് ഒരു 9 കൂട്ടുകാരെ ആവശ്യമുണ്ട്. ആര് വരും? വേഗം വാ. 3 പേര് വീതം ഓരോ ബൈബിളിന്റെ അടുത്തും പോയി നിൽക്കുക. 3 പേര് വീതം. ഈ ഗെയിമിന് ഒരു നിർദ്ദേശമുള്ളത്, സിസ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും 5 വചനം വീതം തരും. ഈ വചനം ബൈബിളിൽ എവിടെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3. നിങ്ങളുടെ പേരുടെ ഗ്രൂപ്പ് 1 അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ആദ്യം കണ്ടുപിടിക്കുന്നവർ ആദ്യം പോയി ഏത് കൊട്ടേഷനാണെന്ന് കണ്ടുപിടിച്ച് എഴുതണം. മനസ്സിലായോ? ഓക്കെ. ടൈം സ്റ്റാർട്ട് നൗ. സമയം ഇപ്പൊ തീരും. വേഗം കളിച്ചേ നിങ്ങള്. ഗ്രൂപ്പ് 2 ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ബാക്കി 2 ഗ്രൂപ്പുകാരും സ്പീഡില്. ടൈം ഓവർ. ഇതിൽ ഗ്രൂപ്പ് 2 ആണ് വിജയിച്ചിരിക്കുന്നത്. അവർക്ക് 3 വചനം കണ്ടെത്താൻ സാധിച്ചു. ഈ ഗെയിം കളിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഫസ്റ്റ് കിട്ടിയ ഗ്രൂപ്പുകാരെന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് എന്താ അനുഭവപ്പെട്ട ഈ ഗെയിം കളിച്ചു കഴിഞ്ഞപ്പോൾ? ഭയങ്കര ടെൻഷനായിരുന്നു. ജയിക്കോ തോക്കോ ഭയങ്കര പേടിയായിരുന്നു. രണ്ടാമത് കിട്ടിയ ഗ്രൂപ്പുകാരോ? ഗ്രൂപ്പ് 3. ഞങ്ങൾക്ക് ആദ്യം ഭയങ്കര വെപ്രാളമായിരുന്നു. ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചു. ആദ്യം ഒരു വെപ്രാളമായിരുന്നു ഗെയിമിൽ. ഈ വചനം ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നില്ലേ? ഇനി ഗ്രൂപ്പ് 1 എന്താ നിങ്ങൾക്ക് ഈ ഗെയിം കളിച്ചപ്പോൾ അനുഭവപ്പെട്ടത്? എനിക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു. പിന്നെ ആ വചനം അത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനും ഉണ്ടായിരുന്നു. ഈ ഒരു ഗെയിം കളിച്ചപ്പം നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, വചനം കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊരു വെപ്രാളം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? പഠിച്ചാലും എല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും. വചനം കൂടുതലായിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ വിശുദ്ധ ഗ്രന്ഥത്തിലെ ബൈബിളിലെ വചനം എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ബോധ്യം നമുക്ക് ഈ ഗെയിമിലൂടെ കിട്ടി. ഇനി എല്ലാവരും നിങ്ങളുടെ സ്ഥലത്തേക്ക് പോയിരുന്നോ? ഹായ് അണ്ണ, നീ ഇവിടെ എന്തെടുക്കുവാ? ഞാൻ ബൈബിൾ വായിക്കുവാ. ചോക്കുട്ടാ, ബൈബിളിൽ എവിടെയാ സങ്കീർത്തനം? ഞാൻ എത്ര തിരഞ്ഞിട്ട് കാണുന്നില്ല. അതെന്തിനാ നിനക്ക് സങ്കീർത്തനം? എന്റെ വേദപാഠം പഠിപ്പിക്കുന്ന സിസ്റ്റർ പറഞ്ഞു, സങ്കീർത്തനം 23 വായിച്ചാൽ പഠനം കൂടുതൽ എളുപ്പമാകുമെന്ന്. അപ്പോൾ നിനക്ക് ബൈബിളിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് അന്നയെ സഹായിച്ചാലോ? നിങ്ങൾക്കെല്ലാവർക്കും പുസ്തകം വായിക്കാൻ ഇഷ്ടമാണോ? ഏതൊക്കെ പുസ്തകങ്ങളാണ് നിങ്ങൾ വായിക്കുന്നത്? വിശുദ്ധരുടെ ജീവചരിത്രം, കഥാപുസ്തകം, നോവലുകൾ, ഇതെല്ലാം കുട്ടികളായി നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളാണ്. പക്ഷേ നിങ്ങൾ വായിക്കുന്ന ഈ എല്ലാ പുസ്തകങ്ങളും എല്ലാവരും കണ്ടിട്ടുണ്ടാവുമോ?
എന്നാൽ എല്ലാവരും കണ്ടിട്ടുള്ള, എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു പുസ്തകമുണ്ട്. അതേതാണെന്ന് നിങ്ങൾക്കറിയാമോ? ബൈബിൾ. ഈ ബൈബിൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത് അവിടുത്തെ വചനത്തിലൂടെയാണ്. വിശുദ്ധ ഗ്രന്ഥം അല്ലെങ്കിൽ ബൈബിൾ എന്ന് പറയുന്നത് അവിടുത്തെ വചനങ്ങളാണ്. കുട്ടികളായ നിങ്ങളോടും നമ്മൾ ഓരോരുത്തരോടും ദൈവം സംസാരിക്കുന്നത് ഈ വചനത്തിലൂടെയാണ്. നമ്മുടെ പേരൻസും ബ്രദേഴ്സും ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ടല്ലേ? അതിനെല്ലാം നമ്മൾ തിരിച്ച് റെസ്പോണ്ടും ചെയ്യാറില്ലേ? ഇതേപോലെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അവിടുത്തെ വചനത്തിലൂടെയാണ്. ഇനി ഈ ബൈബിൾ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ എത്ര പുസ്തകങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? 73 പുസ്തകങ്ങളെ എത്രയായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്? ഏതൊക്കെയാണ്? പുതിയ നിയമവും പഴയ നിയമവും. ഇതിൽ പഴയ നിയമത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട്? 46 പുസ്തകങ്ങൾ. പുതിയ നിയമത്തിലോ? 27 പുതിയ നിയമ പുസ്തകങ്ങളും 46 പഴയ നിയമ പുസ്തകങ്ങളും ചേർന്നതാണ് വിശുദ്ധ ഗ്രന്ഥം, അതായത് ബൈബിൾ. പുതിയ നിയമത്തിലുടനീളം നമ്മൾ ഈശോ പ്രവർത്തിച്ച ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും വായിക്കുന്നുണ്ട്. മക്കൾക്കറിയാമോ ഈശോ പ്രവർത്തിച്ച ഏതെങ്കിലുമൊക്കെ അടയാളങ്ങളും അത്ഭുതങ്ങളും? തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. പിന്നെയോ? കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി. കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ വെള്ളം വീഞ്ഞാക്കി. പിന്നെയോ? അന്ധനെ സുഖപ്പെടുത്തുന്നു. അന്ധനെ സുഖപ്പെടുത്തുന്നു. പിന്നെയോ? കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നു. കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നു. ഈശോയുടെ ഈ അത്ഭുതങ്ങളെ പറ്റിയെല്ലാം വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുമ്പോൾ എന്താണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്? ഈശോയുടെ ഓരോ അത്ഭുതത്തിനും ഓരോ അടയാളത്തിനും ശക്തിയുണ്ടായിരുന്നു. അവിടുത്തെ വചനത്തിന് ശക്തിയുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, നമ്മൾ വായിക്കുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ബൈബിൾ ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ ബൈബിൾ വായിക്കാറുണ്ടോ? ഉണ്ട്. ഈ ബൈബിളിലെ ഓരോ വചനത്തിനും എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. അത് നിങ്ങൾക്കറിയാമോ? ഏതൊക്കെ പ്രത്യേകതകളായിരിക്കും? ദൈവം നമ്മോട് പറഞ്ഞ വചനങ്ങളാണ്, സംസാരിച്ച ഓരോ വാക്യങ്ങളും വചനങ്ങളുമാണ് ബൈബിളിലൂടെ ദൈവം നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ വചനമാണ്. ഈ വചനത്തിന്റെ പ്രത്യേകതകളാണ് സിസ്റ്റർ ചോദിക്കുന്നത്. എന്തൊക്കെ പ്രത്യേകതകളുണ്ടാവും? ശക്തിയുള്ളതാണ്. ശക്തിയുള്ളതാണ്. പിന്നെയോ? സുഖപ്പെടുത്തുന്നതാണ്. സുഖപ്പെടുത്തുന്ന വചനം. അത്ഭുതങ്ങൾ കാണിക്കുന്നത്. അത്ഭുതങ്ങൾ കാണിക്കുന്നു. പിന്നെയോ? വചനം ജീവൻ തരുന്നു. വചനം ശക്തിയുള്ളതാണ്. വചനം സൗഖ്യം തരുന്നു, ജീവൻ തരുന്നു, നമുക്ക് ആത്മവിശ്വാസം തരുന്നു. ഇനി നമ്മൾ ഓരോരുത്തരും ഒരു വചനം പഠിക്കുമ്പോൾ ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. കൂടുതൽ കൂടുതൽ വചനം പഠിക്കുമ്പോഴോ ഈശോ നമ്മളെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നു. സിസ്റ്റർ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലുമൊക്കെ വചനങ്ങൾ തെറ്റുകൂടാതെ കൊട്ടേഷനോട് കൂടി പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? അറിയാവുന്ന മക്കളൊന്ന് പറഞ്ഞ് 1 2 വചനം. ആരുമില്ല. ആദിയിൽ ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:1. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മേലെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ലൂക്കാ 10:19. നമ്മൾ ഓരോ വചനം പഠിക്കുമ്പോഴും ശക്തിയുണ്ടെന്ന് സിസ്റ്റർ പറഞ്ഞു. ഒരു കൊച്ചു അനുഭവം സിസ്റ്റർ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഒരിക്കൽ സിസ്റ്റർ എബിൻ എന്ന് പറഞ്ഞ ഒരു കൊച്ചുകുട്ടിയെ, ഒരു 6ാം ക്ലാസ്സുകാരനെ പരിചയപ്പെട്ടു. ഈ 6ാം ക്ലാസ്സുകാരനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ കരയാൻ തുടങ്ങി. കാരണം ചോദിച്ചപ്പോഴാണ് അവൻ പറയുന്നത്, പഠിക്കുന്ന സ്കൂളിൽ മാത്സിന് എല്ലാ പ്രാവശ്യവും അവന് തോറ്റുപോകും എന്ന് മാത്രമല്ല, അവൻ്റെ പേപ്പറിൽ എല്ലാ പ്രാവശ്യവും അവൻ്റെ ടീച്ചർ വലിയൊരു 0 ഇട്ട് വെക്കണം. കാരണം മാത്സ് അവന് അത്രയും ടഫാണ്. ഇത് പറഞ്ഞിട്ട് എബിൻ ഇരുന്ന് കരയാൻ തുടങ്ങി. കരഞ്ഞ് അവസാനം സിസ്റ്റർ ഈ വചനത്തിൻ്റെ ശക്തിയെപ്പറ്റി എബിന് പറഞ്ഞു കൊടുത്തു. എബിൻ എന്ത് ചെയ്തെന്നറിയോ? അന്നു മുതൽ എബിന് സിസ്റ്റർ 2 വചനം സമ്മാനമായിട്ട് കൊടുത്തു. നിങ്ങൾക്കറിയാമോ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം ഏതാണെന്ന്? എന്നെ ശക്തനാക്കുന്നവരോട് എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. സങ്കീർത്തനം 23:1 ഏതാണെന്ന് അറിയാമോ?
കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നിങ്ങൾക്കറിയാമോ ഈ എബിൻ എന്താ ചെയ്തതെന്ന്? എല്ലാ ദിവസവും എബിൻ പഠിക്കുന്നതിന് മുൻപ് ഈ 2 വചനങ്ങൾ പറയാൻ തുടങ്ങി. സങ്കീർത്തനം 23:1 അവൻ ഇപ്രകാരം പറഞ്ഞ് പ്രാർത്ഥിച്ച് പഠിക്കാൻ തുടങ്ങി. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് മാത്സിന് മാർക്ക് കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് മാത്സിന് മാർക്ക് കുറവുണ്ടാവുകയില്ല. അങ്ങനെ പറഞ്ഞ് അവൻ എക്സാം ഹോളിലേക്ക് കടന്നു ചെന്നു. അന്ന് വരെ 0 കിട്ടിയിരുന്ന എബിൻ്റെ പേപ്പറിൽ ടീച്ചറിന് അന്ന് ഫുൾ മാർക്ക് ഇടേണ്ടി വന്നു. ടീച്ചർ എബിനെ വിളിച്ച് ചോദിക്കുകയാണ്, ഇത്രയും കാലം ഈ പേപ്പറിൽ ഞാൻ 0 ഇട്ടിരുന്നത്, പക്ഷേ ഇന്ന് എന്തുകൊണ്ട് നിനക്ക് ഫുൾ മാർക്ക് ഞാൻ ഇടേണ്ടി വന്നു? എബിൻ പറഞ്ഞ ഒരു ഉത്തരമുണ്ട്. അത് ഇപ്രകാരമായിരുന്നു, ഞാൻ വചനം വായിച്ച് വചനത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞു. ആ വചനമാകുന്ന ഈശോയാണ് എനിക്ക് ഈ മാർക്ക് നൽകിയതെന്ന്. പ്രിയ കൂട്ടുകാരെ, നമുക്കും വചനം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഈശോ നമുക്ക് ശക്തി തരും പഠിക്കാൻ, കളിക്കാൻ, ജീവിക്കാൻ. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്ന 2 കൂട്ടുകാർ ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ആ 2 കൂട്ടുകാരെ സിസ്റ്റർ നിങ്ങളുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സൈമൺ, ഡാനിയൽ. വചനം നമ്മൾക്കൊക്കെ ഓരോ വചനം അതിൻ്റെ കൊട്ടേഷൻ അനുസരിച്ച് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അധ്യായവും വാക്യവും അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ കൃത്യമായിട്ട് പറയാൻ ഇവർ ഇന്ന് നമ്മളെ സഹായിക്കുന്നു. സൈമൺ, ഡാനിയൽ. ഇന്ന് ഇവർ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന സർപ്രൈസ് ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. എന്താണ് നിങ്ങൾ ഇവർക്ക് വേണ്ടി ഇന്ന് സമ്മാനമായിട്ട് കൊടുക്കുന്നത്? ഞാൻ ഇന്ന് പ്രഭാഷകൻ 1-ാം അധ്യായവും 2-ാം അധ്യായവും പറയാൻ പോവുകയാണ്. മോന്? ഞാൻ സങ്കീർത്തനം 1ഉം 2ഉം പറയാൻ പോവുകയാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് ഇവരെ നമുക്ക് സ്വീകരിക്കാം. സങ്കീർത്തന വചനങ്ങൾ പറയാനായിട്ട് ഡാനിയേലിനെ നമുക്ക് ക്ഷണിക്കാം. സങ്കീർത്തനം 1-ാം അധ്യായം 1 മുതൽ 6 വരെ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസരുടെ പീഠങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാൽ നൽകിയ നട്ടതും യഥാകാലം ഫലം നൽകുന്നതും ഇല പൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റു പറത്തുന്ന പതിര് പോലെയാണവർ. ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല. പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു, ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. സങ്കീർത്തനം 2-ാം അധ്യായം 1 മുതൽ 12 വരെ. ജനതകൾ ഇളകി മറിയുന്നത് എന്തിന്? ജനങ്ങൾ എന്തിന് വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു? കർത്താവിനും അവൻ്റെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു. ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു. അവർ വെച്ച വിലങ്ങുകൾ തകർക്കാം, അവരുടെ ചങ്ങല പൊട്ടിച്ച് മോചനം നേടാം. സ്വർഗത്തിലിരിക്കുന്നവൻ ഇത് കേട്ട് ചിരിക്കുന്നു. കർത്താവ് അവരെ നോക്കി പരിഹസിക്കുന്നു. കർത്താവ് അവരോട് കോപത്തോടെ സംസാരിക്കും, ക്രോധത്തോടെ അവരെ സംഭീതരാക്കും. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വാഴ്ചെന്ന് അവിടുന്ന് അരുളി ചെയ്യും. അവിടുത്തെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. അവിടുന്ന് എന്നോട് അരുളി ചെയ്തോ, ഇന്നു മുതൽ നീ എൻ്റെ പുത്രനാണ്, ഞാൻ നിനക്ക് ജന്മം നൽകി. നീ എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഇരുമ്പ് ദണ്ടുകൊണ്ട് നീ അവരെ തകർക്കും, മൺപാത്രം എന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും. രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കുവേൻ, ഭൂമിയുടെ അധിപന്മാരെ സൂക്ഷിച്ചു കൊള്ളുവേൻ. ഭയത്തോടെ അവിടുത്തെ ശുശ്രൂഷ ചെയ്യുവേൻ, വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവേൻ. ഇല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും
നിങ്ങൾ വഴിയിൽ വെച്ച് തന്നെ നശിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു. അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഡാനിയേൽ നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. നന്നായിട്ട് പറഞ്ഞു അല്ലേ? പ്രഭാഷകൻ 1-ാം അധ്യായം 1 മുതൽ 30 വരെ. സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു, അതെന്നേക്കും അവിടുത്തോടു കൂടിയാണ്. കടൽ തീരത്തെ മണൽത്തരികളും മഴത്തുള്ളികളും നിത്യതയുടെ ദിനങ്ങളും എണ്ണാൻ ആർക്ക് കഴിയും? ആകാശത്തിൻ്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാതാളത്തിൻ്റെ ആഴവും നിർണ്ണയിക്കാൻ ആർക്ക് സാധിക്കും? ജ്ഞാനമാണ് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്. വിവേകപൂർണമായ അറിവ് അനാദിയാണ്. ജ്ഞാനത്തിൻ്റെ വേരുകൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവളുടെ സൂക്ഷ്മമാർഗങ്ങൾ ആരറിയുന്നു? ജ്ഞാനിയായി ഒരുവനെയുള്ളൂ. ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത്. അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ എല്ലാ സൃഷ്ടികളിലും അവിടുന്ന് അവളെ പകർന്നു. അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു. അവളെ ചേർത്തണയ്ക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമൃദ്ധമായി നൽകുന്നു. മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിൻ്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു. അവരുടെ സന്തതികളോടും അവൾ വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ്. അവൾ തൻ്റെ സത്ഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു, അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ട്. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു. കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. തന്നെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വമണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ തായ്വേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളിവിടുന്നു. ക്ഷമാശീലന് കുറച്ചു കാലം മാത്രമേ സഹിക്കേണ്ടി വരികയുള്ളൂ. അത് കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തൻ്റെ ചിന്ത രഹസ്യമാക്കി വയ്ക്കുന്നു. അനേകർ അവൻ്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ. കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു. അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ നിന്റെ കപടനാട്യം കാണിക്കാതെ നിന്റെ അധരങ്ങളെ സൂക്ഷിക്കുക. വീണവമതിയേൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തത് കൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന് മുമ്പാകെ നിന്നെ താഴ്ത്തും. പ്രഭാഷകൻ 2-ാം അധ്യായം 1 മുതൽ 18 വരെ. എൻ്റെ മകനെ, നീ കത്ര ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രമവും അചഞ്ചലവും നിറഞ്ഞതായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിൻ്റെ ചുളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിൻ്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവിൻ. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ, പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിൻ്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ. കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യും. ഭീരുത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. ക്ഷമ കെട്ടവർക്കും ദുരിതം. എന്തെന്നാൽ
കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനത്തെ ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ തൻ്റെ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് നമ്മെ തന്നെ മനുഷ്യകരങ്ങളല്ല കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. സൈമണും നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. സൈമൺ ഡാനിയൽ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും വചനം കാണാതെ പറയാനായിട്ട് സാധിച്ചത്? ഞങ്ങളെ ചെറുപ്പം മുതലേ അമ്മ വചനം പഠിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വചനത്തോട് ഇത്രയും ഇഷ്ടം തോന്നാൻ കാരണം. ചെറുപ്പം മുതലേ നോക്കൂ കൂട്ടുകാരെ, ചെറുപ്പം മുതലേ അമ്മ വചനം പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു. അതുകൊണ്ട് ഇന്ന് ഈ മക്കൾ എന്തുമാത്രം വചനമാണ് കാണാതെ പറഞ്ഞത്. നിങ്ങൾക്കും ഇവരുടെ ഈ വചനം പറയുന്നത് കേട്ടപ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നിയത്? വചനം പഠിച്ച് പറയണമെന്ന്. രണ്ടുപേർക്കും നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. വചനത്തിൻ്റെ ശക്തിയെപ്പറ്റി, വചനം പഠിക്കുന്നതിൻ്റെ ആഴങ്ങളെപ്പറ്റി ഈ നിമിഷങ്ങൾ അത്രയും നമ്മൾ കാണുകയായിരുന്നു. വചനമായ ഈശോയെ നമ്മൾ കൂട്ടുപിടിച്ചാൽ, ബൈബിൾ നമ്മൾ തുറന്നു വെച്ചാൽ, ബൈബിളിലുള്ള ഓരോ വചനവും നമ്മൾ വായിച്ചാൽ ആ വചനം നമ്മളെ ശക്തിപ്പെടുത്തും, നമ്മളെ ബലപ്പെടുത്തും. നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് നമുക്ക് സാധിച്ചു തരും. ഈ വചനമായ ഈശോയോട് ചേർന്ന് നമുക്കും ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. വചനമായ ഈശോയെ, അങ്ങയെ സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. വചനം ദൈവത്തിന്റെ ആകുന്നുവെന്ന് കൂട്ടുകാർക്കെല്ലാം ഇപ്പോൾ മനസ്സിലായില്ലേ? എന്നാൽ വചനമാകുന്ന ദൈവത്തെ നമുക്ക് പാടി സ്തുതിച്ചാലോ? ഈ വചനമായ ഈശോയെ നമുക്കൊന്ന് പാടി സ്തുതിച്ചാലോ? നമുക്കൊരു പാട്ട് പഠിക്കാം. സിസ്റ്റർ നിങ്ങൾക്ക് പാട്ട് പാടിത്തരാം. അത് കഴിഞ്ഞ് നിങ്ങൾ ആ പാട്ട് ഏറ്റുപാടണം. മധുരം കിനിയും വചനം തരുവാൻ അരികിൽ വരാമോ യേശുവേ? മധുരം കിനിയും വചനം തരുവാൻ അരികിൽ വരാമോ യേശുവേ? അമ്മ തരുമ്പോൾ സ്നേഹം തരുവാൻ ചാര വരാമോ യേശുവേ? അമ്മ തരുന്നൊരു സ്നേഹം തരുവാൻ ചാര വരാമോ യേശുവേ? വചനം തരുവാൻ അരികിൽ വരാമോ യേശുവേ? അമ്മ തരുമ്പോൾ സ്നേഹം തരുവാൻ ചാരെ വരാമോ യേശുവേ? പൂവുകൾ തരുവാൻ ചെറുകഥകൾ തരുവാൻ കിന്നര വീണകൾ മീട്ടി പുതുപാട്ടുകൾ പാടി രസിക്കാൻ എന്നരികിൽ വരുമോ സ്നേഹസ്വരൂപ യേശുനായക? എന്നരികിൽ വരുമോ
വരുമ്പോൾ സ്നേഹം തരുവ ചാരി വരാമോ യേശുവേ. നമുക്ക് ദൈവം തന്ന നമ്മുടെ മാലാഖമാർ, നമ്മുടെ ഓരോരുത്തരുടെയും കാവൽ മാലാഖമാർ, അവരുടെ മുമ്പിൽ അവരുടെ ഒപ്പം നമ്മൾ വിനീതമായിട്ട് ഇരിക്കുമ്പോൾ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ശ്രദ്ധാപൂർവ്വം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലോട് പോകാൻ വരെ മാലാഖമാർ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരും. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ദൈവം ഓരോ കാവൽമാലാഖയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി എന്തിനാ ഈ കാവൽമാലയെ തന്നിട്ട് ചുമ്മാ ഇങ്ങനെ കൂട്ടി നടക്കാൻ വേണ്ടിയാ തന്നിരിക്കുന്നത്? അല്ല, നമ്മളെ സംരക്ഷിക്കാനും നേരായ വഴിയിൽ കൂടെ പോകാനും വേണ്ടിയിട്ടാണ് ഈ കാവൽമാലയെ നമുക്ക് തന്നിരിക്കുന്നത്.